ഭിന്നശേഷിക്കാരനടങ്ങുന്ന കുടുംബത്തെ പെരുവഴിയിലാക്കിയ ബാങ്ക് അധികൃതരുടെ ജപ്തിക്കെതിരെ പ്രതിഷേധം. ആലുവ അർബൻ സഹകരണ ബാങ്കാണ് കീഴ്മാട് ചാലക്കൽ സ്വദേശി വൈരമണിയെയും കുടുംബത്തെയും പുറത്താക്കി വീട് ജപ്തി ചെയ്തത്. ആലുവ അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് 8 വർഷം മുൻപാണ് വൈരമണി 10 ലക്ഷത്തോളം രൂപ വായ്പയെടുത്തത്. 9 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചെങ്കിലും പലിശയടക്കം വീണ്ടും 8 ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ടെന്ന് കാണിച്ച് ബാങ്ക് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നുവെന്ന് വൈരമണി പറയുന്നു. 3 വർഷം കൊണ്ട് ബാങ്കിന് തിരിച്ചടവ് 9 ലക്ഷം രൂപയുടെ മേളിൽ അടിച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ കണക്കിൽ 5,36,850 രൂപ കാണുന്നുള്ളൂ. ബാക്കി പൈസയും ചോദ്യം ചെയ്തു. എൻ്റെ അനുവാദം കൂടാതെ 34,500 രൂപ ബാങ്ക് എടുക്കുകയും ചെയ്തു. അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ബാങ്ക് നേരത്തെ ഒരു ജപ്തി നടന്നു. അതായത് ഇപ്പോൾ ഈ കുട്ടിക്ക് കിട്ടുന്ന റേഷനരിയും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. പോലീസ് സഹായത്തോടെ കുടുംബത്തെ പുറത്താക്കി വീട്ടുസാമഗ്രികൾ പുറത്തിട്ട് ബാങ്ക് അധികൃതർ വീട് മുദ്രവച്ചു. ഏതാനും മാസം മുൻപും ഇതുപോലെ സീൽ ചെയ്തിരുന്നുവെങ്കിലും MLA അൻവർ സാദത്ത് ഇടപെട്ട് വീട് തുറന്നു നൽകിയിരുന്നു. 2017 വായ്പയെടുത്തിരുന്ന വീരമണി 2020 ശേഷം മുതലോ പലിശയോ തിരിച്ചടച്ചിട്ടില്ലെന്നും ഇത് ഇടപെട്ടവരെയെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. കൂലിപ്പണിക്കാരനായ വൈരമണിക്ക് മിച്ചഭൂമിയായി കിട്ടിയ 5 സെന്റ് ഭൂമിയാണ് ബാങ്കിൽ പണയം വെച്ച് വായ്പയെടുത്തത്. ഭിന്നശേഷിക്കാരനായ മകനെയും കുടുംബത്തെയും പുറത്താക്കി വീടടച്ചതോടെ അഭയത്തിനായി സഹായം തേടുകയാണ് ഇയാൾ. കഴിഞ്ഞവട്ടം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായെത്തിയ രാഷ്ട്രീയ പാർട്ടികളും ഇക്കുറി സഹായിക്കാനെത്തിയില്ല. അമൃത ന്യൂസ്, കൊച്ചി.